ഹലോ ഗഡിയോളെ, നമസ്കാരം. അപ്പോൾ നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. 4 മണി ചായ വിത്ത് ഇലട. നമ്മൾ കഴിഞ്ഞ ഇലയിൽ കിട്ടിയോണം വേറെ ഇല്ലല്ലോ, അത് വാഴല ഇങ്ങനെ വട്ടത്തിൽ വെട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ചായയൊക്കെ കുടിച്ചു. അടുത്ത പ്ലേസ് വിസിറ്റ് ചെയ്യാൻ പോവാണ്. ചെറിയാൻ ബീച്ച്. നമ്മുടെ മമ്മൂട്ടി ബിഗ് ബീന്ന് നടക്കില്ല, ഫുള്ളും മണ്ണായിട്ടുള്ള അതേപോലെ ഒരു സ്ഥലത്താണ് നമ്മൾ കണ്ടിരിക്കുന്നത്. അത് ഫോട്ടോസിലും വീഡിയോസിലൊക്കെ. അപ്പോൾ അവിടെ വെള്ളം കയറണമെങ്കിലൊന്നും കാണാൻ പറ്റുന്നില്ല. നമ്മൾ അതിൻ്റെ വ്യൂ പോയിന്റ് കണ്ടുപിടിച്ചുണ്ട്. പോയി നോക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പം നമ്മളിവിടെ എത്തി. ഇനി കുറച്ചങ്ങോട്ട് നടക്കാനുണ്ട്. അങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളമൊക്കെ കയറി കിടക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അവിടെ ഐലൻഡ് കാണാനുണ്ട് അപ്പുറത്ത്. അറ്റത്ത് കാണുന്ന ഒരു ഐലൻഡ് പോലത്തെ സംഭവമാണ് ചെറിയാൻ ബീച്ച്. വെള്ളമൊക്കെ കയറി കിടക്കാൻ നമ്മുടെ കടക്കാളെ യാതൊരു ചാൻസില്ല. ഇവിടെ നിന്ന് ഫോട്ടോസ് നമുക്ക് എടുക്കാം. ഈ സൈഡിൽ കോറൽസ് കുറവാണ്. കാരണം തിരകൾ കണ്ടോ, കോറൽസ് ഉള്ള സ്ഥലത്ത് തിരയുണ്ടാവില്ല. അവിടെ തിരങ്ങനെ അടിക്കുന്നുണ്ട്. അപ്പം നമ്മളിവിടെ ഏകദേശം അരമണിക്കൂർ സ്പെൻഡ് ചെയ്തു. എൻ്റെ തിരിച്ച് റിസോർട്ടിലേക്ക് പോവാണ്. നമ്മുടെ ജീപ്പ് സെയിം ജീപ്പിലാണ് കയറി. അപ്പം നമ്മുടെ കൂടുതൽ ആൾക്കാരൊക്കെ ഉണ്ട്. നമുക്ക് തിരിച്ചു പോകുന്ന വഴിക്ക് ടൂണാമാസ് കിട്ടുന്ന സ്ഥലമെന്ന് പറഞ്ഞു. നൊയമ്പ് കാലഘട്ടം ആയതുകൊണ്ട് തുറന്നുണ്ടോയെന്ന് അറിയില്ല എന്ന് പറയേണ്ടത്. കിട്ടും, നോക്കാം. കിട്ടിയാലൊക്കെ നമസ്കാരം കേട്ടോ. അപ്പോൾ കൽപ്പനയിലത്തെ കലവറയൊക്കെ കഴിഞ്ഞു. അപ്പോൾ അത് തിരിച്ച് ഇനി കപ്പലിലേക്ക് പോകാൻ വണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഓരോ വണ്ടി വരുന്നുണ്ട്, അവരുടെ അടുത്ത് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടിക്ക് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. ഇത്ര നേരം ഇവിടെ 8 ജീപ്പ് കിട്ടിയിരുന്നു. അതിൽ വെച്ചായിരുന്നു ഇത്ര കളി. ഇപ്പം എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല. എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല, നല്ലൊരു ഡേ ആയിരുന്നു. അതായത് പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ ഇതായിരുന്നു നമ്മുടെ ജീപ്പ്, പൊളി ജീപ്പ്.
ഇതിലായിരുന്നു ഒന്ന് ഫുള്ള് കറക്കാം. അപ്പോൾ അത് അടുത്ത ആൾക്കാർ പോകാൻ പോകണം. അപ്പോൾ അത് ഈ ചേട്ടനായിരുന്നു നമ്മളെല്ലാ സൗകര്യവും ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ എന്താ ചെയ്യുക, ആരും കിട്ടിയില്ല. പിന്നെ നേരെ കപ്പലിൽ. അപ്പോൾ അവസാനത്തെ ട്രിപ്പിൽ നമുക്ക് നമ്മുടെ ജീപ്പ് കിട്ടിയില്ല. നമ്മൾ വേറെ വണ്ടിയിലാണ് പോണത്. ഇത് 2 കിളിക്കുട്ടികളൊക്കെ തൂങ്ങിയെടുക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് പോകാനുള്ള ബോട്ട് വന്നു. അപ്പോൾ ഞങ്ങളത് ബോട്ടിലേക്ക് കയറുകയാണ്. അറ്റത്തന്നെ സീറ്റ് പിടിക്കാനുള്ള ശ്രമത്തിലാണ്. നോക്കാം, അറ്റത്തെ സീറ്റ് കിട്ടി കഴിഞ്ഞാൽ വീഡിയോസ് നല്ല ഭംഗിയിൽ എടുക്കാൻ പറ്റും. അവിടെ ഒരാളുണ്ട്, ആളൊരു വ്ളോഗറാണ്. എന്തായാലും സൈഡിലൊരു സീറ്റ് കിട്ടി, ചാടി കയറിയിരുന്നു. അവൻ വന്ന് കയറി. എല്ലാവരും ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ജീപ്പിലെ പോകുന്നു. ജീപ്പിനോട് വിടാം, കൽപ്പേനിയോട് വിടാം. ഇവിടെയുള്ള അപ്പോൾ നമ്മൾ കൽപ്പേനി വിട്ട് പോന്നു. എല്ലാവരും ബോട്ടിലെത്തി. ബോട്ട് ചട്ടി വിട്ട് പോവുകയാണ്. ആണ് കൽപ്പേനി ലൈറ്റ് ഹൗസ്. നമ്മൾ കൽപ്പേനിയോട് വിട പറയുകയാണ്. വീണ്ടും ഒരിക്കൽ തിരിച്ചു വരാം എന്നുള്ള പ്രതീക്ഷയോടെ. ഇവിടെ ഒരു ബോട്ട് കിടക്കുന്നുണ്ട്. ഇത് കപ്പലിക്കുള്ള സാധനങ്ങൾ, ഫുഡ് ഐറ്റംസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് ഇതിലാണ് വയ്ക്കുക. കപ്പൽ വരുമ്പോൾ ഇതിന് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് പറഞ്ഞത്. এত বড় বোট, তাও কিভাবে সমুদ্রে ঢেউ, এই বোটকে রীতিমতো
এদিক ওদিক করে ছাড়া ওই যে দাঁড়িয়ে রয়েছে অবস্থা দেখুন বল বল ধরে নিস এমন কিন্তু হয় না কখনো কখনো কিন্তু এমন হবে না যে যেটি থেকে বোট এলো কি একদম পুজোর সঙ্গে লেগে গেল তা নয় ঠিক অ্যাঙ্গেল করে যে এদের কিন্তু নির্দিষ্ট পথ আছে হয়ে আসে সেই ওয়ে ধরে এরা এসে অ্যাঙ্গেল করে দিয়ে এমন জায়গায় দাঁড়াবে যেখান থেকে আমরা ক্রুজের ভিতরে যেতে পারবো মানে ওই দরজাটা আর এই নৌকা পুরো കുറച്ച് ഉൾക്കടലിലേക്ക് വന്നുകൊണ്ടാകുന്നുണ്ട് ബോട്ട് നന്നായിട്ട് വിളയുന്നുണ്ട് ആൾക്കാരായിട്ട് ഫുൾ എൻജോയ്മെൻ്റ് ആണ്. കടലിൻ്റെ കളറൊക്കെ മാറി നല്ല കട്ടും കളറായി മാറി. കിടക്കുന്ന നമ്മുടെ MV കവരത്തി നമ്മുടെ കപ്പൽ സൂര്യകിരണങ്ങളൊക്കെ അടിച്ച് നല്ല സ്റ്റൈലിഷായിട്ട് കിടക്കുന്നുണ്ട് ആള്.
എടുക്കണ്ടേ? ബാഗിനെ പിടിക്കില്ല, ഞാൻ പിടിച്ചോളാം. അവളേക്ക് പിടിക്കുക, ആളിറുന്നത് നമ്മൾ ബംഗ്ലാസിൻ്റെ കാഫറ്റേരിയയിൽ വന്നിരിക്കുകയാണ്. ഞാനൊരു മൗണ്ടൻ ഡ്യൂ അടിച്ചു. എൻ്റെ ഒരു സുലൈമാനി കുടിക്കുന്നു. ഇതാണ് ബംഗ്ലാസിൻ്റെ കാഫറ്റേരിയ. നമ്മുടെ അവിടുത്തെ ഇത് കണ്ടിട്ട് ഇവിടെ കറങ്ങണ ചിറക്കുണ്ട്. ഇതാണ് ബംഗ്ലാസ് കാഫറ്റേരിയ. ഇത് നമ്മുടെ ബംഗ്ലാസിലെ നിസ്കാരം പള്ളിയാണ്, നമസ്കാര റൂം. ഇപ്പം നോമ്പ് തുറന്ന സമയമാണ്, അപ്പോൾ എല്ലാവരും നിസ്കരിക്കാൻ വരിക വന്നിരിക്കുന്നു. മസ്ജിദ് നമസ്കാരം. ഈ കോറലുള്ള സ്ഥലത്തേക്ക് പോകുമ്പോൾ എന്തുകൊണ്ടാണ് ഈ ചെരുപ്പിടെന്ന് പറഞ്ഞത് കഴിഞ്ഞാൽ ഉണ്ടാവും, ഏതൊരെണ്ണം കുത്തി കാല് പൊളിയേണ്ട സംഭവമാണ് രക്ഷപ്പെട്ടു പോകുന്നത്. ഒരു പോയിൻ്റ് ഇത് കുത്തി കയറിയോടെ കയറിയിരിക്കുന്നുണ്ട്. പുറത്തേക്ക് എത്തിയിട്ടില്ലാന്ന് തോന്നുന്നുണ്ട് വയറ്റിന്. അവിടെ എവിടെയൊക്കെ പീസ് പോയിട്ടുണ്ട്. അങ്ങനെയുള്ള സാധനങ്ങൾ ഒഴിവാക്കാൻ കോറലുള്ള സ്ഥലത്തേക്ക് ഇറങ്ങുമ്പം മാക്സിമം ചെരുപ്പിട്ടിട്ട് ഇറങ്ങുക. അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തു. അതല്ലേ, ഇതൊക്കെ കാലിലാണ് കയറി കിട്ടി കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. അതുകൊണ്ട് ഇങ്ങനത്തെ സ്ഥലങ്ങൾ വരുമ്പോൾ തീർച്ചയായും ചെരുപ്പ് യൂസ് ചെയ്യുക. ഫുഡ് അടിക്കാൻ പോവാണ്. വെജിറ്റബിൾ ഫ്രൈഡ് റൈസ്, ഗ്രീൻ പീസൊക്കെ ഉണ്ട്, അച്ചാറ്. അങ്ങനെ അച്ചാറെടുത്തിരിക്കുകയാണ്. ചപ്പാത്തി, സാലഡ്, പായസം. ഇതാണ് ഇന്നത്തെ ഡിന്നർ സ്പെഷ്യൽ. ഫുഡെല്ലാം അടിപൊളിയായിട്ട് കപ്പലത്തെ, ഒന്നും പറയാലോ അതിനെ കുറിച്ചിട്ട്. ഒക്കെ
ഒക്കെ നല്ല അടിപൊളി ടേസ്റ്റി ഫുഡുകളാണ്. ഫുഡൊക്കെ കഴിച്ച് കപ്പലിൻ്റെ മുകളിൽ വന്ന് നിൽക്കാൻ കുറച്ച് നേരം. നമ്മൾ കൽപ്പേനിയോട് വിട പറഞ്ഞു. നാളെ മിനിക്കോയ്, കപ്പലിൽ മിനിക്കോയിലേക്ക് പോയിക്കൊണ്ടിരിക്കണം. അവിടെ ബാക്കിൽ അങ്ങ് ദൂരെ കൽപ്പേനി ഐലൻഡ് കാണാം. അപ്പോൾ പുതിയ വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ കാണാം. ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. കുഞ്ഞ് ലൈറ്റ് പോലെ അവിടെ കാണണം കൽപ്പേനി. അപ്പോൾ ബൈ ഗൈസ്.